ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ LP-UP പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇന്ന് നമ്മളിട്ടിരിക്കുന്ന ഈ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ LP-UP ക്രാക്ക് ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പല കാര്യങ്ങളും നിങ്ങളോട് പറയാറുള്ളത്. പലർക്കും അത് ഉപകാരപ്രദമായി എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും എനിക്ക് ഈ ഒരു തമ്പനയിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് വീണ്ടും ആവർത്തിക്കാനുള്ളത്. ശരിയായ രീതിയിലല്ല നമ്മുടെ പഠനമെങ്കിൽ LP-UP നമുക്ക് കിട്ടില്ല. വളരെ നെഗറ്റീവായിട്ട് ഞാൻ പറയുന്നു എന്ന് വിചാരിക്കേണ്ട. വ്യക്തമായൊരു കാര്യം, സത്യമായൊരു കാര്യം നിങ്ങളെ അറിയിക്കുന്നു എന്ന് മാത്രം. ശരിയായ രീതിയിലല്ല നമ്മൾ പഠിക്കുന്നത് എങ്കിൽ LP-UP ക്രാക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. മറ്റുള്ള PSC പരീക്ഷകളെ പോലെയല്ല LP-UP. പ്രത്യേകതയുണ്ട്. നമ്മളുടെ അധ്യാപന പരീക്ഷകൾക്ക് സിലബസിൽ വ്യക്തമായ മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മളുടെ അതേ ക്വാളിഫിക്കേഷനിലുള്ള ആളുകളുമായിട്ടാണ്. അപ്പോൾ നമ്മളുടെ നിലവാരത്തിലും ഓരോ പരീക്ഷയുടെ നിലവാരം വ്യത്യാസമുണ്ട് അല്ലേ. അപ്പം നമ്മളൊരു LDC LGS എക്സാംസ് എഴുതുന്ന പോലെയുള്ള ഒരു ലാഘവത്തോടെ LP-UP പരീക്ഷയെ നമുക്ക് നേരിടാനായിട്ട് സാധിക്കില്ല. എന്നാൽ മറ്റ് പല ഒരു ഗുണങ്ങളും LP-UP പരീക്ഷയ്ക്ക് മറ്റ് പരീക്ഷകളെ അപേക്ഷിച്ചുണ്ട്. അത് ഞാനില്ല എന്ന് പറയുന്നില്ല. കാരണം ഇപ്പോൾ LDC LGS പോലുള്ള പരീക്ഷകൾക്ക് കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. LP-UPക്ക് അത്രയില്ല എന്ന് സാധാരണഗതിയിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. പക്ഷേ LP-UP പരീക്ഷ എഴുതിയ ആളെന്ന നിലയിൽ, നല്ലൊരു റാങ്കിൽ വന്ന ആളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് പണ്ടത്തെ പോലെയല്ല. LDC LGS പരീക്ഷകളേക്കാൾ കൂടുതൽ കോമ്പറ്റീഷൻ LP-UP പരീക്ഷയ്ക്ക് ഉണ്ട്. ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. മുന്നത്തെ കട്ട് ഓഫ് മാർക്കുകൾ പരിശോധിച്ചാൽ, അതായത് ഈ കഴിഞ്ഞ ഞാൻ ഉൾപ്പെട്ട ലിസ്റ്റിൽ 61.33% ആയിരുന്നു തൃശ്ശൂർ ജില്ലയുടെ കട്ട് ഓഫ്. ഞാനൊരു ജില്ല എടുത്ത് പറഞ്ഞത് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ജില്ലകളിലും ഈ പ്രകടമായ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ 61.33 കട്ട് ഓഫ്. തൊട്ട് മുന്നേ അതിന് മുന്നത്തെ പ്രാവശ്യം LP-UP എക്സാം തൃശ്ശൂർ ജില്ലയിലെ കട്ട് ഓഫ് 51.33. അതായത് 10 മാർക്കിൻ്റെ ഡിഫറൻസാണ് കട്ട് ഓഫിൽ വന്നിട്ടുള്ളത്. ഓക്കെ, കട്ട് ഓഫിൽ 10 മാർക്കിൻ്റെ ഡിഫറൻസ് വന്നു എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ കൂടാണോ കുറയാണോ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. കൂടാണ് അല്ലേ. കോമ്പറ്റീഷൻ വ്യക്തമായിട്ട് കൂടാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ ഇതിനേക്കാൾ കൂടും തീർച്ചയായിട്ടും. നിങ്ങളെ പേടിപ്പിക്കുന്നതല്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തൊരു കാര്യം, കഴിഞ്ഞ തവണത്തേക്കാൾ അപേക്ഷകർ കൂടുതലാണ് പല ജില്ലകളിലും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പഠിച്ചാൽ കിട്ടുമോ എന്നൊരു ടെൻഷനുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ആ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട. കാരണം നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിൽ പകുതി പേര് പോലും കൃത്യമായിട്ടത് പഠിക്കുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് പഠിച്ചാൽ ആ എക്സാം നിങ്ങളുടെ സ്വന്തമായിരിക്കും. നിങ്ങൾക്കതിൽ നല്ല റാങ്ക് കിട്ടുകയും ചെയ്യും. ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകണം. ഇനി ശരിയായ രീതിയിലല്ല പഠിക്കുന്നതെങ്കിൽ LP-UP എന്നല്ല ഒരു പരീക്ഷയും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് LP-UP. നമ്മുടെ മുന്നിലുള്ള സമയം, നമുക്ക് എത്രത്തോളം സമയം പരീക്ഷയ്ക്ക് കിട്ടും, എത്രത്തോളം സിലബസ് കവർ ചെയ്യാനുണ്ട്, ഇത് രണ്ടിനെയും അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് പരീക്ഷയിൽ എത്ര റാങ്ക് കിട്ടും എന്ന് ഉറപ്പിക്കാൻ പറ്റുക. LP-UPയെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു വലിയൊരു സിലബസ് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുപോലെ നമ്മളുടെ പലരിൽ നിന്നും വ്യത്യസ്തതയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും പഠിക്കാനുള്ള സമയം വ്യത്യസ്തമായിരിക്കും അല്ലേ. അപ്പോൾ കുറച്ച് പേർക്ക് കൂടുതൽ സമയം വേണ്ടി വരും ഒരു ടോപ്പിക്ക് പഠിക്കാൻ. ചിലർക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പഠിക്കാൻ പറ്റും. അപ്പോൾ വ്യത്യസ്തത നമുക്കൊക്കെ ഉണ്ട്. ഈ വ്യത്യസ്തതകളൊക്കെ നിലനിൽക്കുമെങ്കിലും നമുക്ക് LP-UP വ്യക്തമായിട്ട് എങ്ങനെ പഠിക്കണം എന്ന് ഞാൻ എല്ലാവർക്കുമായിട്ട് പറഞ്ഞു തരാൻ പോവാണ്. വ്യത്യസ്തതകളുണ്ട്, എനിക്കറിയാം. മെമ്മറി പവറിലും ബുദ്ധിപരമായ പവറിലൊക്കെ നമുക്ക് വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും കോമൺ ആയിട്ട് വളരെ ലളിതമായി LP-UP എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്.
ഇനി ഇതിലും ലളിതമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് രാവിലെ തന്നെ നമുക്ക് ഒരു ധ്യാന കേന്ദ്രത്തിൽ പോകണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ, അല്ലാതെ വേറെ രീതിയിലുള്ള ആഘോഷങ്ങളൊന്നും വേണ്ടെന്നായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയി പ്രാർത്ഥിച്ചു. അത് രാവിലെ പോയി. ഈവനിങ്ങിലാണ് നമ്മൾ തിരിച്ചു വരുന്നത്. തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഭക്ഷണമൊന്നും വെച്ചിട്ടല്ല പോയത്. അപ്പോൾ രാത്രി ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണം മേടിച്ചിട്ടാണ് നമ്മൾ പോരണത്. അപ്പോൾ വീട്ടിൽ നമ്മളൊരു 4:30-5 മണിയോട് കൂടിയാണ് എത്തണത്. അപ്പോൾ ഒരു ആൾ പുറത്തേക്ക് പോവുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ ഒരു 5:30 ആയപ്പം ഞാൻ ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ആളുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ആൾക്ക് സർപ്രൈസായിട്ട് ഒരു സദ്യ പോലെ ഒരുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നോണൊന്നും മേടിച്ചിട്ടില്ല, അപ്പോൾ സദ്യയായിട്ട് ഒരുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ സദ്യ ഒരുക്കാനായിട്ട് ഞാൻ ആലോചിച്ചപ്പോൾ 6:30 ഞങ്ങൾക്ക് വേറൊരു പ്രയറിന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ 6:45 പോകണം. അപ്പോൾ 6:30 ആകുമ്പോൾ കിച്ചണിലെ പണിയൊക്കെ അവസാനിപ്പിക്കണം. അപ്പോൾ ഒരു മണിക്കൂർ എൻ്റെ കയ്യിലുള്ളൂ, 5:30 മുതൽ 6:30 വരെ. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ ഒരു സദ്യ ഒരുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വേറെ ആരും ഹെൽപ്പിനില്ല, മോൻ മാത്രമേ ഉള്ളൂ. മോൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയാണ്. അവനങ്ങനെ അത്യാവശ്യം എന്താ പറയുക, ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇന്ന് അവൻ കളിക്കാനായിട്ട് പോവുകയും ചെയ്തു. ഹസ്ബൻഡ് പുറത്തും പോയി. അപ്പോൾ ഞാൻ ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെടുത്തു. ഞാനത് അരിയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഇത് എന്ത് ചെയ്യണം, എന്ത് പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അരിയുമ്പോൾ തന്നെ ഞാൻ അവിയലിനും സാമ്പാറിനും കണക്കാക്കിയിട്ടാണ് അരിഞ്ഞത്. അതായത് അത് ബുദ്ധിപരമായി അതിന് രണ്ടിനും പറ്റാവുന്ന കഷ്ണങ്ങൾ സെലക്ട് ചെയ്തു. രണ്ടിനും മാറ്റി വെച്ച് ഒരു അടുപ്പത്ത് അത് സാമ്പാറും മറ്റേ അടുപ്പത്ത് അത് അവിയലും ആക്കി. അതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുള്ള പണികളെല്ലാം ചെയ്തു. അപ്പോഴാണ് ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ തോന്നിയത്. അപ്പോൾ അവിടെ അമരക്കായും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഒരു ഉപ്പേരിക്കുള്ളത് എരിഞ്ഞു. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കറിയാമല്ലോ ഒരു കറി വയ്ക്കാൻ. നമ്മളുടെ ചാനലിൽ കൂടുതലും കാണുന്നത് ലേഡീസാണ്. അപ്പോൾ അവർക്കത് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു സാലഡ് ഉണ്ടാക്കി, സവോളയൊക്കെ എറിഞ്ഞൊരു സാലഡ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് പപ്പടം വറുത്തു. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഐറ്റംസായി. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് സാമ്പാറിൻ്റെ കഷ്ണത്തിലൊരു പാവയ്ക്ക കണ്ടത്. അപ്പോൾ ഞാൻ വേഗം അത് അരിഞ്ഞ് അത് വറുത്ത് ഒരു കൊണ്ടാട്ടം പോലെയാക്കി. അപ്പോൾ ഞാൻ അത്യാവശ്യം എന്താ പറയുക, വിഭവങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സദ്യ എനിക്ക് ഒരുക്കാൻ സാധിച്ചു വെറും 1 മണിക്കൂർ കൊണ്ട്. ഈ ഒരു സദ്യ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ. ഞാൻ പറഞ്ഞല്ലോ, ലളിതമായിട്ട് PSC എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്ന് പഠിപ്പിച്ച് തരാൻ ഞാൻ പോവുകയാണ്. അതായത് ഈ സദ്യ ഞാൻ വയ്ക്കാനായിട്ട് 1 മണിക്കൂർ സമയമാണ് എടുത്തത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണ വീട്ടിലെ ജോലികളും ഫുഡൊക്കെ വയ്ക്കുമ്പോൾ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ നമ്മുടെ കയ്യിൽ സമയമില്ല. എനിക്ക് സർപ്രൈസ് കൊടുക്കുകയും വേണം. എൻ്റെ അതിയായ ഒരു ആഗ്രഹവും ഇൻട്രസ്റ്റും ഒക്കെ കൂടിയപ്പോഴാണ് ഞാനിത് 1 മണിക്കൂർ കൊണ്ട് എല്ലാ വിഭവങ്ങളും ചോറടക്കം വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇതുപോലെയായിരുന്നു ഞാൻ LP UP ക്രാക്ക് ചെയ്തത്. അതായത് LP UPക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഹാർഡ് വർക്കിനോടൊപ്പം സ്മാർട്ട് വർക്കും കൂടി ചെയ്യണം. ഒരു പക്ഷേ ഹാർഡ് വർക്കിനേക്കാൾ ഉപരി ഒരുപാട് മുന്നിൽ സ്മാർട്ട് വർക്ക് ചെയ്തിരുന്നു ഞാൻ. അതിൻ്റെ ഫലം എനിക്ക് കിട്ടുകയും ചെയ്തു. ഞാൻ PSC പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് അതുവരെ പഠിക്കുന്ന ആ കുട്ടികളെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ GK ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാനതിൽ സ്മാർട്ട് വർക്ക് ചെയ്തു. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ധാരാളം ചെയ്തു. അത് LP UPയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ധാരാളം നമുക്ക് കിട്ടില്ല. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് എക്സാമിനോടനുബന്ധിച്ച് കുറച്ച് മുന്നാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടിയത്. അപ്പോൾ അത് മുഴുവൻ ചെയ്തു. പക്ഷേ തുടക്കം പഠിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ LDC ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് മേടിക്കുകയും അത് പഠിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ലാൽസ് അക്കാദമിയുടെ അത് മേടിച്ച് അതും പഠിച്ചു. അപ്പോൾ നമുക്ക് ഏകദേശം PSC പരീക്ഷകളുടെ ഒരു നിലവാരം, അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, ഏതൊക്കെ ഭാഗത്തു നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം, പെട്ടെന്ന് കുറേ GK ഒന്നിച്ച് പഠിച്ചെടുക്കാൻ പറ്റിയ, അതായത് അതിലുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ, പ്രീവിയസ് അല്ലേ. അപ്പോൾ നമ്മളതൊക്കെ പഠിച്ചെടുത്തു. അപ്പോൾ പല ഭാഗത്തു നിന്നാണെങ്കിലും
ഒരു കണക്ഷനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ വ്യക്തമായി പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ തുടക്കം മുതൽ ഒന്നാം പാഠം തുടങ്ങി പഠിച്ചെടുക്കും. പക്ഷേ അതിന് സമയമെടുക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പെട്ടെന്ന് കുറച്ചധികം GK കിട്ടി ഒരു ലെവലിലേക്ക് എത്തണം എന്ന് തോന്നിയതുകൊണ്ട് ആദ്യമേ തന്നെ ഞാൻ പ്രീവിയസ് ചോദ്യങ്ങൾ ധാരാളം പഠിക്കാൻ തുടങ്ങി. ഒരു ബന്ധമില്ലാതെയാണ് പഠിച്ചത്. തത്തമ്മേ പൂച്ച എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഫസ്റ്റ് പഠിച്ചു തുടങ്ങിയത്. പക്ഷേ പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് കണക്ഷൻ കിട്ടി തുടങ്ങി. ഇത് ഞാൻ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ച ചോദ്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് നമ്മൾ മേടിക്കുകയാണെങ്കിൽ അറിയാം. അതിൻ്റെ ഉത്തരത്തിൻ്റെ കൂടെ അനുബന്ധ വിവരങ്ങളുണ്ടാവും. അപ്പം അതും കൂടി നമ്മൾ പഠിച്ച് പോവുകയാണല്ലോ. അങ്ങനെ സാവധാനം നമുക്ക് കണക്ഷൻ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങൾ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് നമുക്ക് മനസ്സിലായി. പിന്നീട് നമ്മൾ സിലബസ് വെച്ച് പഠിക്കുന്ന സമയത്ത് ഇത് ഞാൻ അന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലോ. ആദ്യം നമ്മളിത് പഠിക്കുമ്പോൾ ഇത് ഏത് ഭാഗത്താണ് റാങ്ക് ഫയലിൽ കിടക്കണതെന്ന് പോലും എനിക്കറിയില്ല. നമ്മൾ വെറുതെ തത്തമ്മേ പൂച്ച പഠിച്ചു പോയി. പിന്നീട് നമ്മൾ സിലബസ് വെച്ച് പഠിക്കുന്ന ടൈമിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഞാൻ ഇന്നലെ നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു, അത് ഈ ഭാഗത്താണല്ലേ, ഇത് ഹിസ്റ്ററിയിലാണല്ലേ എന്നൊക്കെയുള്ള മനസ്സിലാക്കി വരുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ചു. അപ്പോൾ അതൊരു സ്മാർട്ട് വർക്കാണ്. ഓക്കെ, അതായത് ഞാൻ സാമ്പാറിൻ്റെ കഷ്ണം മേടിച്ചത് ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മളുടെ സ്മാർട്ട് വർക്കിൻ്റെ ഭാഗമാണത്. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, ഞാൻ സാമ്പാറിൻ്റെ കഷ്ണം നുറുക്കിയപ്പോൾ അവിയലിനും കൂടി കണക്കാക്കി നുറുക്കി. അതെൻ്റെ ബുദ്ധിപരമായൊരു മൂവായിരുന്നു. LPUPക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് അത്തരം സ്മാർട്ട് വർക്കുകൾ ഞാൻ ഉപയോഗിച്ചിരുന്നു. അതായത് നമുക്ക് എല്ലാ ഭാഗത്തു നിന്നുമുള്ള ചോദ്യങ്ങളും നമുക്ക് അത്യാവശ്യമാണ്. അപ്പം എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റിയ ചോദ്യങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കണം. എന്നാലാണ് നമുക്കത് കിട്ടാം. അപ്പം നമ്മൾ അത് നോക്കി. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് SCRTയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയപ്പോൾ SCRT ഒരു സൈഡിൽ കൂടെ നമ്മൾ പഠിച്ചു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണത്തിൽ അവിയൽ വെച്ചു, അത് കഴിഞ്ഞ് ഉപ്പേരി വെച്ചു. അപ്പോൾ എല്ലാത്തിനും ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി അല്ലേ. അതുകൊണ്ടാണ് എനിക്ക് 1 മണിക്കൂർ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ LPUPക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് രീതിയിൽ പോയാലേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ ആദ്യം തന്നെ ഞാൻ സെറ്റ് ചെയ്തത് ഒരു ടൈം ടേബിളാണ്. ആ ടൈം ടേബിളിൽ പഠിക്കാനുള്ള സമയത്തിൻ്റെ പകുതി സമയം കൊണ്ട്, അതായത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അന്നത്തെ ടൈം ടേബിളൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. എന്നാലും ഇപ്പോൾ നമുക്കൊരു 100 ദിവസമാണ് പരീക്ഷയ്ക്ക് മുന്നേ നമ്മുടെ കയ്യിലുള്ളെങ്കിൽ 50 ദിവസം കൊണ്ട് പഠിച്ച് തീർക്കുകയും ബാക്കി 25 ദിവസം കൊണ്ട് റിവിഷൻ കഴിക്കുക. പിന്നത്തെ 25 ദിവസത്തിൽ 10 ദിവസം കൊണ്ട് രണ്ടാമത്തെ റിവിഷനും പിന്നെ മൂന്നാമത്തെ റിവിഷനും, അങ്ങനെ ഒരു ആദ്യം പഠിച്ചു തീർത്തു. അതിനുശേഷം റിവിഷൻ 1, റിവിഷൻ 2, റിവിഷൻ 3 ഇത്രയും ചെയ്തിട്ടാണ് നമ്മൾ എക്സാമിന് പോകുന്നത്. എന്നാൽ മാത്രമേ നമുക്കിത് ഓർമ്മയിൽ നിൽക്കുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നത് ഈ ഒരു പരീക്ഷയ്ക്കാണ്. വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്നത് കേട്ടോ. മുന്നേ കുറേ എക്സാംസ് എഴുതിയിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ സീരിയസ് ആയിട്ട് പഠിച്ചെഴുതുന്ന ആദ്യത്തെ എക്സാം ഇതായിരുന്നു. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങളുടെ സൗകര്യപ്രദമായ രീതിയിൽ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കണം. പിന്നീട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഞാൻ 1 മണിക്കൂർ കൊണ്ട് എൻ്റെ കുക്കിംഗ് പൂർത്തിയാക്കിയത്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ അതിയായ ആഗ്രഹവും ഇൻട്രസ്റ്റും ഉണ്ടായിരിക്കണം. ഇതെനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റണം. ഇതെൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എക്സാമായിട്ട് നിങ്ങൾ കണക്കാക്കണം. നമുക്കിതിൽ കിട്ടിയില്ലെങ്കിൽ ഇനിയൊരു LPUP എന്ന് പറയുന്നത് അതിൽ വരുന്ന ഒഴിവുകൾ വളരെ മിനിമമായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് കിട്ടിയേ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ചാനലിൽ നമ്മൾ 100 ഡേയ്സ് ചലഞ്ച് വെച്ചിട്ടുണ്ട്. 100 ഡേയ്സ് കൊണ്ട് എങ്ങനെ LPUP സിലബസ് കവർ ചെയ്യാം, ഏതൊക്കെ ടോപ്പിക്ക് ഏതൊക്കെ ദിവസം പഠിക്കണം എന്നൊക്കെ വിശദമായിട്ടൊരു 100 ഡേയ്സ് ടൈം ടേബിൾ, സ്റ്റഡി ടൈം ടേബിൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ആ ഒരു ടൈം ടേബിൾ ഇട്ടിട്ട് നമ്മൾ കുറേ നാളായി. പക്ഷേ അത് പ്രകാരം നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ 100 ഡേയ്സ് ചലഞ്ചിൻ്റെ ആ ചലഞ്ച് വെച്ചിട്ട് അത് പ്രകാരം നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്. ഇപ്പോൾ 35 ദിവസം ആയിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ നമ്മൾ ഈ നമ്മളുടെ ഒപ്പം പഠിച്ചു പോകണമെന്ന് നമ്മൾ ഒരിക്കലും നിർബന്ധം പറയില്ല. പക്ഷേ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ടൈം ടേബിൾ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് 100 ഡേയ്സ് സ്റ്റഡി ടൈം ടേബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റായിട്ട് ആ ഒരു ലിങ്ക് ഇടാം.
ഇനി അതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ ചാനലിനോടൊപ്പം പഠിച്ച് തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി 35 ക്ലാസ് ചെയ്തു. ആ 35 ക്ലാസ് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ ചാനൽ എടുക്കുക, ചാനലിൽ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 100 ഡേയ്സ് ചലഞ്ച് LPUP കാണാം. അപ്പോൾ അതെടുത്താൽ അതിൻ്റെ ഉള്ള ആ ടൈം ടേബിളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ 35 ഡേയും ക്ലാസ്സുകളും എങ്ങനെ പഠിക്കണം എന്നുള്ള ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഫസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഡേ 1 ഒക്കെ ഇപ്പോൾ ഒരുപാട് പേര് കണ്ടു. ഓക്കെ, ഒരു 60K ഒക്കെ ആയി എന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പഠനത്തിൽ കുറച്ച് ഉഴപ്പലുകൾ വന്നിട്ടുണ്ടോ, ലേസിനെസ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പല കമൻറ്റുകളിൽ നിന്ന് എനിക്കത് മനസ്സിലാവുന്നുണ്ട്. പഠിച്ച് നന്നായി പോവായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മടിയായി എന്നൊക്കെയുള്ള ഡയലോഗ്സൊക്കെ കമൻറ്റുകളിൽ കണ്ടതുകൊണ്ട് പറയാണ്. നമ്മളൊന്ന് മടി പിടിച്ചിരുന്നാൽ, ഒരു ദിവസം നമ്മൾ പഠിക്കാതെ മടി പിടിച്ചിരുന്നാൽ നമ്മുടെ മുന്നിലേക്ക് കയറിപ്പോകുന്നവരുടെ എണ്ണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലാണ്. അതായത് ഒരു 0.3 മാർക്കിൻ്റെ ഡിഫറൻസിൽ 1-2 റാങ്കൊന്നല്ല നമ്മൾ പുറകിലേക്ക് പോവുക. ആ ഒരു പോയിൻറ്റിൻ്റെ മാർക്കല്ലേ എന്ന് വിചാരിക്കേണ്ട. റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലാവും. ഒരുപക്ഷെ ആ ഒരു 0.3 മാർക്കിൻ്റെ കുറവുകൊണ്ടായിരിക്കും ജോലി കിട്ടാതെ പോവുക. അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് മടി പിടിച്ചാൽ നമ്മുടെ മുന്നിലേക്ക് നമ്മളെ പിന്തള്ളി നമ്മളെ തട്ടിയിട്ട് കടന്നു പോകുന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. നമ്മൾ ഉറങ്ങാതെ 1 മണിക്കൂർ കൂടുതൽ പഠിച്ചാൽ നമ്മൾ മുന്നിലേക്ക് കയറിപ്പോകുന്നത് ഇതേപോലെ തന്നെ ഒരുപാട് റാങ്കുകൾ മുന്നിലേക്കായിരിക്കും. അപ്പോൾ ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് 10 മണിക്കൂർ ഉറങ്ങാം, 8 മണിക്കൂർ ഉറങ്ങാം, 6 മണിക്കൂർ ഉറങ്ങാം, 5 മണിക്കൂർ ഉറങ്ങാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഒക്കെ അനുബന്ധിച്ചിരിക്കും. അതൊക്കെ എല്ലാവരും നോക്കിയിട്ട് തന്നെ, അതായത് 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ ഉറങ്ങിയാലേ ആരോഗ്യം ഉള്ളൂ എന്നുള്ള ഒരാൾ നാളെ തുടങ്ങി 4 മണിക്കൂർ ഉറങ്ങുന്നുള്ളൂ, ബാക്കി LPUP പഠിക്കാമെന്ന് വിചാരിച്ചാൽ ആരോഗ്യം പോകും. ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് എക്സാമൊന്നും എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യണ്ട. പക്ഷേ പരമാവധി സമയം നമ്മളുടെ പകൽ സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്ന ലേസിയായിട്ട് മൊബൈലൊക്കെ കുത്തിയിരിക്കുന്ന സമയമൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മൾ പഠിക്കാൻ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലൊരു റാങ്ക് മേടിച്ച് ജയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനൊരു സാമ്പാർ കഷ്ണത്തിൽ നിന്ന് തുടങ്ങി ഒരു സദ്യ ഉണ്ടാക്കി 1 മണിക്കൂർ കൊണ്ട്. അതാലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, ഇതുപോലെ തന്നെയല്ലേ ഞാൻ എൻ്റെ PSC LPUP ക്രാക്ക് ചെയ്തത് എന്ന്. അപ്പോൾ നിങ്ങൾക്കത് പറഞ്ഞു തരണമെന്ന് തോന്നി. ഇതിലും ലളിതമായി ഇതെങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എങ്ങനെയായാലും ഞാൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കുക. LPUP പഠിക്കുമ്പോൾ സ്മാർട്ട് വർക്കാണ് ആവശ്യം. അപ്പോൾ കുറച്ച് നേരം കൊണ്ട് കൂടുതൽ ടോപ്പിക്ക് പഠിക്കാനായിട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക. വ്യക്തമായ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി OMR ഉപയോഗിച്ചിട്ട് തന്നെ, OMR നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ചെയ്യുമ്പോഴും OMR വെച്ച് കൃത്യം PSCയുടെ ടൈമിങ്ങിൽ തന്നെ നിങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നെഗറ്റീവ് മാർക്കിങ്ങും ടൈം മാനേജ്മെൻറ്റും ഒക്കെ നമുക്ക് ഓക്കെ ആക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് കൃത്യമായൊരു റിവിഷൻ നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തുകയും വേണം. അതുപോലെ തന്നെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം. അതോടൊപ്പം നമ്മളൊന്ന് ലേസി ആയാൽ നമ്മുടെ മുന്നിലേക്ക് ധാരാളം പേര് കടന്നു വരികയും നമ്മൾക്ക് ജോലി കിട്ടാതെ പോവുകയും ചെയ്യും. ഒരിക്കലും അതുണ്ടാവാൻ പാടില്ല. ആ ഒരു വാശിയും നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെക്കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ടാകും. അതൊന്നും നമ്മൾ ശ്രദ്ധയിൽ വെക്കേണ്ട. അവരോടുള്ള വാശിപ്പുറത്തുമല്ല നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് വേണ്ടി പഠിക്കണം, നമ്മളുടെ വീട്ടുകാർക്ക് വേണ്ടി പഠിക്കണം. നമ്മളുടെ സ്വന്തം അഭിമാനവും നമ്മളുടെ സന്തോഷവും നമുക്ക് നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം, പഠിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ 100 ഡേയ്സ് സ്റ്റഡി ടൈം ടേബിൾ കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാനത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരുടെയും നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പിന്നെ കാണാം. താങ്ക് യു.